ദർശനത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില വചനധ്യാനങ്ങളിലൂടെ നാം പോവുകയായിരുന്നു. അതിനാധാരമായ വാക്യം സദൃശവാക്യങ്ങൾ 29:18. If there is vision, people perish. വെളിപ്പാടില്ലാത്തിടത്ത് ജനം നശിക്കുന്നു എന്നും മര്യാദ വിട്ട് നടക്കുന്നു എന്നും തർജിമകളുടെ വ്യത്യാസം. ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. ഈ രണ്ടാം ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് ദർശനം, വചനം. ദർശനമില്ലാത്തടത്ത് ജനം നശിക്കുന്നു, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവൻ ഭാഗ്യവാൻ. എന്താ തമ്മിലൊരു ബന്ധം? ദൈവവചനത്തിൻ്റെ കൃത്യവും സത്യസന്ധവുമായ ധ്യാനം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ദർശനം പ്രാപിക്കും. 19-ാം സങ്കീർത്തനം 7:8. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കും. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ശ്രദ്ധിച്ചു എന്ന് ഞാൻ കരുതട്ടെ, പക്ഷേ സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അറിവുള്ളവർ പിണങ്ങരുത്. റിപ്പീറ്റ് ചെയ്യുകയാണ്. പ്രാണനെ തണുപ്പിക്കുന്ന വചനം. ടെൻഷൻ പിടിച്ച് ചൂടായി പൊട്ടിത്തെറിക്കാറായിരിക്കുന്ന മനസ്സിലോട്ട് ദൈവവചനം ഇങ്ങനെ ചെന്നാൽ അതങ്ങ് തണുക്കും. ഈ ചാത്തഞ്ഞ് ഈ നെറ്റിയൊക്കെ ഇങ്ങനെ വീഴുവോ ചതയോ ചെയ്യുമ്പോൾ ഐസിട്ട് വെക്കുകയല്ലേ, അതുപോലെ പ്രാണനെ തണുപ്പിക്കും. അടുത്തത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കും. ഹൃദയത്തെ സന്തോഷിപ്പിക്കും, കണ്ണുകളെ പ്രകാശിപ്പിക്കും. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കും, ഹൃദയത്തെ സന്തോഷിപ്പിക്കും, കണ്ണുകളെ പ്രകാശിപ്പിക്കും. ഇതല്ലേ ദർശനം എന്ന് പറയുന്നത്? എന്താണ് വിഷൻ? അപ്പപ്പ കാണുന്നതും കേൾക്കുന്നതും മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങളെ കാണുന്നവൻ. അപ്പപ്പ കാണുന്ന കാര്യങ്ങളെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് കാര്യങ്ങളെ തീരുമാനിക്കുന്നവൻ. അവൻ ദർശകനല്ല, അവൻ സാധാരണ മനുഷ്യൻ. പോത്തിന് ദർശനമുണ്ട്, കാളയ്ക്ക് ദർശനമുണ്ട്, പന്നിക്കുണ്ട്, മൃഗങ്ങളുടെ എല്ലാം പേര് പറയുന്നില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. നാളത്തെ കാര്യമാകും കൂടുതലും ചിന്തിക്കുന്നത്, ഇന്നത്തെ കാര്യമല്ല. അത് അപകടമാണെങ്കിൽ പോലും മനുഷ്യൻ അങ്ങനെയാണ്. അത് ഉള്ളുകൊണ്ട് കാണുന്നതാണ് ദർശനം. ഉള്ളുകൊണ്ട് കാണുന്നതാണ് ദർശനം. അപ്പം അകക്കണ്ണ് പ്രകാശിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. പെരുമ്പടവം ശ്രീധരനെ അറിയാവോ? അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ യൂട്യൂബിൽ കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അദ്ദേഹം പറയുക, എൻ്റെ എല്ലാ എഴുത്തുകളുടെയും പിന്നിൽ ബൈബിളാണ്. എനിക്കതറിയില്ലായിരുന്നു, എനിക്കതൊരു പുതിയ അറിവാണ്.
ലോകം, ഇന്ത്യ ആദരിച്ച എഴുത്തുകാരൻ. സകല എഴുത്തിൻ്റെയും പുറകിൽ ബൈബിളാണെന്ന് പെരുമ്പടവം ശ്രീധരൻ. പിന്നെ നമുക്ക് ഈ വർഗീയത കുത്തിവെക്കുന്ന ഒരു കാലമാണിപ്പോൾ. ക്രിസ്തുവിനെയും ബൈബിളിനെയും ഒക്കെ അങ്ങ് വല്ലാതെ അപമാനിക്കാനായിട്ട് ഏതോ ഒരു കൂട്ടർ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. എല്ലായിടത്തും ഉണ്ടല്ലോ തീവ്രവാദികൾ. അവരാ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു, വന്ദനം പറയുന്നു. നേരിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ ദൈവവചന ധ്യാനത്തിൽ അല്പം കൂടെ സമയമെടുത്താൽ നിങ്ങളുടെ കണ്ണുകൾക്ക് റൈറ്റ് വിഷൻ കിട്ടും. ഗാഡ് ബ്ലസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.